മോഹൻലാലിനെ വെച്ചുകൊണ്ട് മാത്രം കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ഒരാൾ, പുതുമുഖ താരങ്ങളെ വെച്ച്, പരീക്ഷണ ചിത്രങ്ങൾ വെച്ച്, ആറാം തമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഒരു സംശയമില്ലാതെ മോഹൻലാലിന്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടം എടുത്ത സുരേഷ് കുമാറിനെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ അതിൽ അസ്വസ്ഥനാകും. മോഹൻലാൽ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നതിൽ മോഹൻലാലിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു ഒറ്റ വരിയിൽ അദ്ദേഹം അത് ഒതുക്കിയത്. വലിയ രീതിയിലുള്ള കമന്റിങ്ങിലേക്കൊന്നും പോകുന്നില്ല. മോഹൻലാൽ ഇതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ജി സുരേഷ് കുമാറും പ്രിയദർശനും ഇവരൊക്കെയാണ് മോഹൻലാലിനെ ഈ ഇന്നത്തെ മോഹൻലാൽ ആക്കുന്നതിൽ ഇവരുടെയൊക്കെ ഒരു പങ്കെന്ന് പറയുന്നത്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ പ്രതിഭയും അദ്ദേഹത്തിന്റെ കഴിവും എല്ലാം ഒരു ഭാഗത്തുള്ളപ്പോഴും അതിനെ പോളിഷ് ചെയ്യാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരു വലയം വേണമല്ലോ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം സിംഗിൾ പേഴ്സൺസ് പെർഫോമൻസ് അല്ല സിനിമ, അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിവാദത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിർമ്മാതാവ് മാത്രമല്ല, സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറമാനും ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകരും ഒക്കെ, മോഹൻലാലിന് വേണ്ടി സ്ഥിരമായി പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന എം ജി ശ്രീകുമാർ പോലും മോഹൻലാലിൻ്റെ പാട്ടുകൾ, നമുക്ക് മോഹൻലാലിൻ്റെ ഗാനരംഗങ്ങളിലെ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടിങ് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ കാരണം ആ പാട്ടിന് ശബ്ദം കൊടുത്തത് എം ജി ശ്രീകുമാർ ആയതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ പല പല ഘടകങ്ങൾ ചേർന്ന് വെക്കുമ്പോൾ അതെല്ലാം മോഹൻലാൽ എന്ന താരശരീരത്തിന് ഉചിതമായ രീതിയിൽ വരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് മോഹൻലാലിനെ നമ്മളൊരു കംപ്ലീറ്റ് ആക്ടറാണ് എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതും ഒക്കെ.